പ്രതിഷേധം ശക്തമായിട്ടും മുകേഷിന്റെ രാജി ആവശ്യപ്പെടാതെ CPM പാർട്ടി നീക്കം കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കാനാണ്. സംസ്ഥാന സമ്മേളനം അടുത്ത സാഹചര്യത്തിൽ മറ്റു ചർച്ചകളിലേക്ക് വഴിമാറേണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട് MV ഗോവിന്ദൻ, P സതീദേവി, ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ. മറുവശത്ത് കൊല്ലം ജില്ലാ നേതൃത്വത്തിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ നിന്നൊക്കെ മുകേഷിനെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് മാത്രമോ CPM ഇങ്ങനെ ഒരു മൃദു സമീപനം കാണിക്കുന്നത്? അതിൽ കഴിഞ്ഞ കുറച്ച് കാലത്തെ മുകേഷുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ എടുക്കണം. 2016-18 കാലത്തും സമാനമായ ചില വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് CPM എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുകയെന്ന നയസമീപനവും CPM സ്വീകരിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ കോടതി തീരുമാനം വരുന്നവരെങ്കിലും മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് ഈ പുതിയ നിലപാടിൻ്റെയും ഭാഗമായി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും CPM സ്വീകരിക്കുന്നത്. താൽക്കാലികമായി മുകേഷിനെതിരെ മറ്റു നടപടികളിലേക്ക്, പ്രത്യേകിച്ച് രാജി ആവശ്യപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM പോകുന്നില്ല. ഒന്ന്, ഇത്തരത്തിൽ ഒരു സീറ്റ് നഷ്ടമാകുന്നത്, രണ്ട്, മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്നത്, ഇത് രണ്ടും പാർട്ടിക്ക് അനിവാര്യമാണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും പ്രതികരണം. ഇതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് കൊല്ലം നിയമസഭാ സീറ്റ് തന്നെയാണ്. ഈ സീറ്റിൽ ഇനി CPM-നായി ആര് മത്സരിച്ചാലും വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് CPM ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വ്യക്തമായി ജനങ്ങൾ അതിനുള്ള മറുപടി നൽകിയതാണ്. മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളടക്കം മുകേഷ് സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ, പരാമർശങ്ങൾ, ഇതൊക്കെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ജനവികാരം എതിരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ജയിച്ചു കയറുക സാധ്യമല്ല എന്നുള്ള ബോധ്യം അത് CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മുകേഷിന്റെ രാജി ആവശ്യപ്പെടാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPM കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് കാലങ്ങളായി CPM-ന് ഉള്ളിൽ നിന്നും മുകേഷ് ഒരു സംരക്ഷണ കവചം തീർത്തിട്ടുണ്ട്. അത് ജില്ലയിലെ പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങൾ വരെ എതിർത്തിട്ട് കൂടി മുകേഷിന് വീണ്ടും സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് ആരാണ് മുകേഷിന് സീറ്റ് നൽകിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ജില്ലാ സമ്മേളനത്തിലടക്കം പ്രതിനിധികൾ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ വിമർശനമാണ് മുകേഷിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ ഉയർന്നത്, അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ജില്ലാ തലത്തിൽ വലിയ വിമർശനങ്ങൾ വരുമ്പോഴും മുകേഷിനെ പൊതിഞ്ഞു പിടിക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ഇക്കാര്യങ്ങൾ. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുകേഷിനെ ഇനി പാർട്ടി പരിപാടികളിൽ തൽക്കാലം പങ്കെടുപ്പിക്കേണ്ടതില്ല. പക്ഷേ MLA എന്ന നിലയിലുള്ള പരിപാടികളിൽ, പൊതുപരിപാടികളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം. പക്ഷേ CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വേദികളിൽ മുകേഷ് തൽക്കാലം പങ്കെടുക്കേണ്ടതില്ല. പോസ്റ്ററുകളിൽ പോലും തൽക്കാലം അദ്ദേഹത്തിന് മുഖം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ നേതൃത്വം പോയിരിക്കുന്നു. അവർ അത് കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും ഈ രീതിയിൽ മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട മുകേഷിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വശത്ത് CPM സംരക്ഷണ കവചം ഒരുക്കുന്നു, മറുവശത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും CPM-നെ വല്ലാതെ അലട്ടുന്നുണ്ട്. കൃഷ്ണരാജ്. മുകേഷിനെ ചേർത്ത് പിടിക്കുകയാണ് പാർട്ടി. തൽക്കാലം അവിടെ നടപടിയൊന്നും എടുക്കേണ്ട എന്ന് തീരുമാനിക്കും. പക്ഷേ കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രഖ്യാപിത വിലക്കാണ് ഏർപ്പെടുത്തിയത്.